ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക മുഴുവൻ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. കേരളത്തിന് വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ കേരളം പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആശാപ്രവർത്തകരുടെ അധ്വാനത്തെ അഭിനന്ദിക്കുന്നു. ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും ജെ.പി. നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, വിഷയത്തിൽ ആശമാരുടെ സമരം ഇന്ന് 30 ദിവസം പിന്നിടുമ്പോൾ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു, ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. ധനസഹായം വർദ്ധിപ്പിച്ച് ഓണറേറി വർദ്ധിപ്പിക്കാനുള്ള വഴികളിലേക്കാണോ? സമരവുമായി ബന്ധപ്പെട്ട നിലവിൽ സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയായിരുന്നു. നിരവധി തവണ കേന്ദ്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് പണം നൽകാനുണ്ട് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഇതിൽ കൃത്യമായൊരു മറുപടിയാണ് ഇതിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ രാജ്യസഭയിൽ നൽകിയിട്ടുള്ളത്. രാജ്യസഭാ അംഗം, കേരളത്തിൽ നിന്നുള്ള അംഗം സന്തോഷ് നൽകിയിട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. കേരളത്തിന് മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് എല്ലാ കുടിശ്ശികയും തീർത്തു നൽകിയിട്ടുണ്ട്. കേരളത്തിന് നൽകാനുള്ള മുഴുവൻ കുടിശ്ശികയും നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളം ഈ പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ, കണക്കുകൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നൽകിയിട്ടുള്ള പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ, കണക്കുകൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജെ.പി. നദ്ദ ഗുരുതരമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെയും വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സമാനമായ വിഷയം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിന് അനുവദിക്കുന്ന പണം ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നൽകുന്നില്ല എന്നുള്ളത് മുൻപും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ടും സമാനമായ വിഷയം ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഒപ്പം വീണ സൂചിപ്പിച്ചതുപോലെ ആശാപ്രവർത്തകരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് ജെ.പി. നദ്ദയുടെ മറുപടിയിൽ ഉണ്ടായിട്ടുള്ളത്. ആശമാരുടെ പ്രവർത്തനം തീർത്തും അഭിനന്ദിക്കേണ്ടതാണ്. അവരുടെ വിവിധ രീതിയിൽ നടത്തുന്ന സേവന പ്രവർത്തനം, അവരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കും, വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജിഷ്ണു, അതേസമയം ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക മുഴുവൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളം ഉന്നയിച്ച ആ വാദം കൂടി, അതായത് കേരളത്തിന് വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന് എടുത്തു പറയുകയും കേരളം പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്ന കാര്യവും സഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ വാദം പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാർ നേരത്തെയും ഈ ആശമാരുടെ സമരം സംബന്ധിച്ചുണ്ടാകുമ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കുടിശ്ശിക വന്നിട്ടുണ്ട്, ഇനിയും പണം കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്, ഈ വിഷയം ആശമാരുടെ സമരം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് തുടങ്ങിയ ന്യായങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ മുൻപോട്ട് വയ്ക്കാറുള്ളത്. എന്നാൽ അതിനൊരു കൃത്യമായ മറുപടിയാണ് ഇന്നിപ്പോൾ ജെ.പി. നദ്ദ നൽകിയിട്ടുള്ളത്. ഒന്ന്, ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും, കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക തീർത്തു നൽകിയിട്ടുണ്ട്. കേരളത്തിന് കൃത്യമായി പണം നൽകിയത്, ആ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നതിന്റെ കണക്കുകൾ ഇതുവരെ കേരളം ബോധിപ്പിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കും, അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കും എന്ന കാര്യം കൂടി ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി ജിഷ്ണു.